എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഗുരുജി. കുറച്ച് സമയം കിട്ടിയോണ്ട് ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ് യൂട്യൂബിൽ. നിഫ്റ്റി 50യുടെ ഇത് വന്നിട്ട് സ്പോട്ടാണ്. നിഫ്റ്റി 50യുടെ സ്പോട്ടാണ്. ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇത് വന്നിട്ട് നമ്മുടെ ഫ്യൂച്ചർ റേഞ്ചാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സിംറ്റംസ് തരുന്നത്. ആരാണ് സിംറ്റംസ് തരുന്നത് വെച്ചാൽ SGX നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് 21,548 ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ്, അതായത് ഇന്നലത്തെ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഇന്നലത്തെ ഹൈ ഫീച്ചറിൻ്റെത് 21,540. സോ ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ എന്ന് പറയും. ഇത് ഫീച്ചറാണ്. ഈ റൈറ്റ് സൈഡിലുള്ളത് ഫീച്ചറും ലെഫ്റ്റ് സൈഡിലുള്ളത് സ്പോട്ടിൻ്റെ ഒരു അനാലിസിസുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ കുറച്ച് റേഞ്ചസ് രാവിലെ, എല്ലാ ദിവസവും രാവിലെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ്, ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാം, താഴെ കൊടുക്കാം. അതിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അത് നമ്മൾ ഡെയിലി ചാർട്ടിൻ്റെ ലെവൽസ് അവിടെ പോസ്റ്റ് ചെയ്യും. വീഡിയോ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിലെല്ലാം അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ എന്താണോ മാർക്കറ്റിനെ കുറിച്ച്, നിഫ്റ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചോ എന്താണോ പഠിച്ചത്, ന്യൂസ് ബേസ് ചെയ്തല്ല, എന്താണോ നിങ്ങൾ പഠിച്ചത് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി ബൈ ചെയ്യണമെങ്കിൽ പി ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ നമ്മൾ വീക്കിലി റേഞ്ച് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ വീക്കിലി റേഞ്ച് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം. അതിൻ്റെ അക്യൂറസിയും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം നമ്മുടെ ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്യൂറസി നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നതാണ്. ഇത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. സോ അങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡേ ഹൈൻ്റെ മുകളിൽ 21,550 560 അവിടെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു 85 പോയിന്റ്സിൻ്റെ ഒരു റേഞ്ച് നമുക്ക് മുകളിലോട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊരു ഊഹമാണ്. ഓട്സ് ഇപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ആകുന്നതെന്ന് വെച്ചോളൂ. ഇവിടെ നിന്നൊരു 85 പോയിന്റിൻ്റെ നമുക്ക് ഒരു ട്രാവൽ നിഫ്റ്റി തരേണ്ടതായിട്ടുണ്ട്. 85 പോയിന്റിൻ്റെ എക്സാക്ട്ലി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഈ ഒരു ഗ്യാപ്പ്, ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ. സോ ഈ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യുന്ന ഒരു റേഞ്ച് മാർക്കറ്റ് എക്സ്റ്റെൻഡ് തരേണ്ടതായിട്ടുണ്ട്. അത് ഓപ്പൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 85 പോയിന്റ്സിൻ്റെ ഒരു റേഞ്ച് നമുക്കുണ്ട്. ഇതിന്ന് മാർക്കറ്റ് ഇതിനകത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു 85 പോയിന്റ് റേഞ്ച് തന്നതിന് ശേഷം ഒരു കൂടുതൽ നേരം ഇവിടെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, കാര്യം ഇത് പറയാൻ കാരണം ഇവിടെ ഒരു വോളിയം പ്രൊഫൈൽ ഉണ്ട്, ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്, ഡേ ഓപ്പൺ, ഈ പ്രൊഫൈലിന് ഡേ ഓപ്പൺ ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു വോളിയം പ്രൊഫൈൽ ഉണ്ട്. ഈ വോളിയം പ്രൊഫൈൽ മാർക്കറ്റ് എന്തായാലും ടെസ്റ്റ് ചെയ്തിരിക്കും, ഷുവറാണ്, ഡാം ഷുവറാണ്. ഈ വോളിയം പ്രൊഫൈൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിരിക്കും. സോ നമുക്ക് പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആവുകയും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയും അവിടെ നിന്നൊരു ഓപ്പണിൽ നിന്ന് ഒരു 85 പോയിന്റ്സിൻ്റെ ഒരു അപ്പ് മൂവ് നമുക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ തരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹൈ, ഇത് നമ്മൾ അപ്ത്രസ്റ്റ് ഉള്ള ഹൈ ആണ്, ഈ ഹൈ. സോ ഈ ഹൈ മാർക്കറ്റ് എന്തായാലും ക്ലിയർ ചെയ്യും, ടെസ്റ്റ് ചെയ്യും. സോ 21,700 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതാണ് ഇൻട്രാഡേയുടെ ഒരു ലെവലിൻ്റെ ഡിസ്കഷൻ. ഇത് സ്പോട്ടും ഫീച്ചറും ബേസ് ചെയ്തിട്ടും ഇന്നലെ PPOC വന്നത് കൊണ്ടാണ് ഈ ഒരു ഓഡ്സ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് നമ്മൾ നോക്കുന്നത്. അതെല്ലാം മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിനകത്തോട്ട് 450 എന്നുള്ളത് ഈ വാല്യൂ ഏരിയ ലോ എന്നുള്ളത് നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് കിടക്കുവാണ്. ഇതൊരു പോയിന്റ് ഓഫ് കൺട്രോൾ ആയിട്ടാണ് ഓവറോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ്, അതായത് 21,420 ഇത് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ. സോ ഇതാണ് നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ നോക്കിയതും. ഇത് മുകളിലോട്ടാണെങ്കിൽ ലെവലും താഴോട്ടാണെങ്കിൽ ലെവലും. താഴോട്ടാണെങ്കിലും മാർക്കറ്റ് ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വാല്യൂ ഏരിയയ്ക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 85 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ 450 അടുപ്പിച്ച് 450 ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ 85-90 പോയിന്റിൻ്റെ ഒരു ലെവൽ താഴോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഡേ ഓപ്പണിൽ നിന്ന് എവിടെയാണോ ഓപ്പൺ ആകുന്നത് അവിടെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ, ഓപ്പൺ ഹോൾഡ് ചെയ്യുന്ന മുകളിലോട്ടാണെങ്കിൽ ഒരു 85 പോയിന്റ്സും താഴോട്ടാണെങ്കിൽ 80 പോയിന്റ്സിൻ്റെ ഒരു മൂവ് മാർക്കറ്റ് ആദ്യം തരും. അതിനുശേഷം നിഫ്റ്റി ഫ്യൂച്ചർ കൺസോളിഡേറ്റ് ആയിട്ട് ഏത് സൈഡാണോ ബ്രേക്ക് ഔട്ട് ആവുന്നത് അവിടെ നിന്ന് വീണ്ടും ഒരു 100 പോയിന്റിൻ്റെ അപ്പ് മൂവോ ഡൗൺ മൂവോ നമുക്ക് നോക്കാവുന്നതാണ്. ഇത് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.